ഗൈസ് എന്തൊക്കെയുണ്ട്? ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയേ. ഞാൻ ഇതിനകത്ത് പറയാൻ പോകുന്ന അഭിപ്രായങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മാത്രം ബോധ്യങ്ങളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, വേണമെങ്കിൽ തള്ളിക്കളയാം. മാമുദീസ സ്വീകരിക്കുന്നത് അറിവാകുന്ന പ്രായത്തിനു മുന്നേ എന്നെ അപ്പനും അമ്മയും കൊണ്ട് മാമുദീസ സ്വീകരിപ്പിക്കുക. അതിലും നല്ലത് അറിവായതിനു ശേഷം എനിക്ക് ഉത്ബോധത്തോടെ എനിക്ക് ക്രിസ്ത്യാനിറ്റിയിൽ ജീവിക്കണം, എനിക്ക് സഭയിൽ അംഗമാകണം എന്നുള്ളൊരു അവബോധത്തോടെ കൂടെ മാമുദീസ സ്വീകരിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. നീതുവിന് ജനിച്ചു കഴിഞ്ഞ 10ാം പൊക്കം ഭയങ്കരമായ ഒരു അസുഖം പിടിച്ചെന്ന് വിചാരിച്ചോ? എന്ന് വിചാരിക്കുക. ഏത് ആശുപത്രി പോകണമെന്ന് തീരുമാനിച്ചത് നീതുവാണോ പേരൻസ് ആണോ? പറ. അത് അമ്മച്ചിയാണ്. അസുഖം ഏത് ആ കുട്ടി ചോദിക്കുന്ന ഒരു പ്രസക്തമായ ഒരു കാര്യമുണ്ട് അതിനകത്ത്. അസുഖം ബാധിച്ചിട്ടല്ലേ എന്ന് ആ കുട്ടി ചോദിക്കുന്നുണ്ട്. അതെ, അസുഖം ബാധിച്ചു കഴിഞ്ഞെന്നാൽ മരിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തൻ്റെ കുട്ടിയെ സുഖപ്പെടുത്താനായിട്ട് ആ മാതാപിതാക്കൾ ഡോക്ടറുടെ അടുത്ത് പോയി മരുന്ന് മേടിച്ചു കൊടുക്കുന്നു. അത് ഈ മതം തലയിലേക്ക് അടിച്ചു കയറ്റുന്നതുമായിട്ട് എങ്ങനെ കമ്പാരിസൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മതമില്ലാലും മനുഷ്യന് ജീവിക്കാം, പക്ഷേ അസുഖം വന്നു കഴിഞ്ഞാൽ മരുന്നില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഈ പറയുന്ന ദൈവങ്ങളായാലും നമ്മളെ വന്ന് രക്ഷിക്കാൻ പോകുന്നില്ല. അസുഖം വന്നാൽ മരുന്ന് തന്നെ വേണം, ശരിയല്ലേ? മരുന്ന് തരണമെന്ന് തീരുമാനിച്ചത് ആരാണ്? ഡോക്ടറാണോ, അമ്മയാണോ, നീതുവാണോ? ഇപ്പൊ പറയണം. തീർച്ചയായിട്ടും അവർ തന്നെയാണ്, ഞാനല്ല. അപ്പൊ ഇതൊക്കെ ഈ സ്വാതന്ത്ര്യമൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് ബുദ്ധിയൊക്കെ കഴിഞ്ഞിട്ട് തീരുമാനിച്ചു. ഏത് സ്കൂളിൽ പഠിക്കണമെന്ന് കൊണ്ട ചേർത്തത് ആരാ? നീതുവിനോട് ചോദിച്ചിട്ടാണോ ഏത് സ്കൂളിലാണെന്ന് തീരുമാനിച്ചത്? ആ, എന്തുകൊണ്ടായിരിക്കും പേരൻസ് അത് ചെയ്തത്? തീർച്ചയായിട്ടും എൻ്റെ ഒരു നല്ല ഒരു ഭാവിയെ കരുതിയായിരിക്കും. അപ്പൊ ഇവിടെ കുട്ടി പറയുന്നത് നല്ലൊരു ഭാവിയെ കരുതി ആയിരിക്കുമെന്നാണ്. നല്ലൊരു ഭാവിയെ കരുതി തങ്ങൾ വിശ്വസിച്ച് പോരുന്ന മതത്തിലും കുട്ടിയെ ചേർക്കാൻ മാതാപിതാക്കൾക്ക് കഴിയും. അതാണ് കുട്ടി ചോദ്യം ചെയ്തത്. അത് തന്നെ. ചില കാര്യങ്ങൾ നമ്മുടെ തെരഞ്ഞെടുപ്പിന് അപ്പുറത്താണ്, നമ്മളത് അംഗീകരിക്കണം, അല്ലേ? നമ്മളെല്ലാം ലിമിറ്റഡ് ഹ്യൂമൻ ബീങ്സ് ആണ്. എന്റെ കുഞ്ഞിന് ആത്മരക്ഷ കിട്ടണമെന്നുള്ള വലിയൊരു ആഗ്രഹം മാതാപിതാക്കൾക്കുണ്ടെങ്കിൽ, ഏകരക്ഷകൻ ഈശോ മിശിഹായാണെന്നുള്ള വലിയ ബോധ്യം അവർക്കുണ്ടെങ്കിൽ, നമ്മളെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നതും ദൈവ കൃപ കിട്ടുന്നതും. ഇതൊരു ക്ലബിൽ അംഗത്വം എടുക്കുന്നതല്ലല്ലോ മാമോദീസ. മാമോദീസായിലൂടെ കൃപ കിട്ടുകയാണ്. ആ കൃപ കിട്ടുമ്പോഴാണ് ആത്മരക്ഷ സാധ്യമാകുന്നെന്നുള്ളൊരു ബോധ്യം മാതാപിതാക്കൾക്കുള്ളപ്പോ ആ മാമോദീസായിലൂടെ നമുക്ക് കൃപകൾ വാങ്ങിത്തരുന്നത് വലിയ കുഴപ്പമാണോ? അപ്പോൾ ഇവിടെയാണ് അന്ധവിശ്വാസത്തിന്റെ പ്രസക്തി വരുന്നത്. അതായത് മാമോദീസ മുങ്ങുന്നതിലൂടെ കൃപ എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾക്ക് കിട്ടുകയാണ് എന്നാണ് വൈദികൻ പറയുന്നത്. ഇതെന്താണ് ഈ കൃപ? ഇതൊക്കെ ഈ മതങ്ങളുടെ ഒരു ഗിമിക്കെന്നല്ല ഉള്ളതല്ലാതെ, ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ക്രിസ്ത്യാനിയായിട്ട് മാമോദീസ മുങ്ങിയവർക്കല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് കൃപയില്ലേ? പിന്നെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മരക്ഷയ്ക്ക്, അതായത് നിങ്ങളുടെ ശരീരത്തിൽ ആത്മാവെന്ന് പറഞ്ഞൊരു സാധനമുണ്ടെന്നും അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത് വേണമെന്നും ഒക്കെ അതിനകത്ത് സമർത്ഥിക്കുന്നുണ്ട്. ഇതെല്ലാം ഓരോ അന്ധവിശ്വാസങ്ങളാണ്. ഇപ്പം അങ്ങനെ ആത്മാവുണ്ടായിരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആയിരക്കണക്കിന് സ്പേമുകളിൽ ഒരു സ്പേം മാത്രമാണ് നിങ്ങൾ. ബാക്കിയുള്ള സ്പേമുകളെല്ലാം അവിടെ വെച്ച് നശിച്ചു പോയി. എവിടെ വെച്ചാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ സ്പേമുകൾക്കെല്ലാം ജീവനുണ്ടായിരുന്നു, ആത്മാവുണ്ടായിരുന്നോ? അവരൊക്കെ എന്ത് ചെയ്യും? അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതം കണ്ടുപിടിച്ച, അല്ലെന്നുണ്ടെങ്കിൽ മതത്തിനകത്തുള്ള ഓരോ അന്ധവിശ്വാസങ്ങളാണ്. ഈ ആത്മാവുണ്ടെന്നും ആത്മാവ് മരിച്ചു കഴിഞ്ഞെന്നാൽ അവനെ രക്ഷിച്ച് മേളിൽ കൊണ്ടുപോകണമെന്നും ഒക്കെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതങ്ങളുടെ അന്ധവിശ്വാസങ്ങളാണ്. അപ്പം ഇതുപോലെയുള്ള പല കാര്യങ്ങളും, അതായത് കൃപ അല്ലെന്നുണ്ടെങ്കിൽ അനുഗ്രഹം, ദൈവം, ഇതൊക്കെ ഉണ്ടെങ്കിലേ ഒരു നല്ല മനുഷ്യനാകൂ എന്നുള്ള ഒരു മെസ്സേജാണ് അവിടെ പാസ് ചെയ്യുന്നത്. പക്ഷെ ഇതൊന്നും ഇല്ലാതെ നല്ല മനുഷ്യരാകാൻ മേലെ. ഈ മതം പടർത്തുന്നത്, അത് മതം അടുത്ത ഒരു തലമുറയിലേക്ക് കൈമാറുന്നത് ഇതുപോലെയൊക്കെ തന്നെയാണ്. അതായത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമെൻറ്റ് ചട്ടിക്കകത്ത് കുറച്ച് സാധനം എടുത്ത് നിങ്ങളുടെ വല്യപ്പൻ നിങ്ങളുടെ അപ്പൻ്റെ തലയിലേക്ക് വെച്ച് കൊടുക്കുന്നു. ആ സാധനം അതുപോലെ തന്നെ നിങ്ങളുടെ തലയിലേക്ക് വെച്ച് കൊടുക്കുന്നു. ഇപ്പം എന്നെപ്പോലെയുള്ള വ്യക്തികൾ ഈ ചട്ടിക്കകത്ത് എന്നതാന്ന് ഒന്ന് എത്തി നോക്കി. അന്നേരമാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത് അപകടകരമായിട്ടുള്ള ഒരു സംഭവമാണെന്നുള്ളത്. നമ്മളെപ്പോഴും പറയുന്നത് ഇതിൽ നിന്ന് വെളി വരാനായിട്ടാണ്.
കാരണം അദ്ദേഹം അവിടെ പറയുന്നത് ഏക രക്ഷകൻ യേശുവാണെന്നാണ്. ഇത് തന്നെയാണ് മുസ്ലിംസ് പറയുന്നത്. അവർ പറയുന്നത് ഏക രക്ഷകൻ അള്ളാഹയാണ്. ഹിന്ദുക്കളും പറയുന്നത് അവരുടെ ദൈവങ്ങളിലൂടെയാണ് മോക്ഷം പ്രാപിക്കാൻ പറ്റുന്നത്. ഇങ്ങനെ 3 പേരും 3 രീതി പറയുമ്പോൾ തന്നെ അവിടെ ഒരു സെപ്പറേഷൻ ആകുകയാണ് അല്ലേ. അപ്പോൾ ഇത് 3 ഇല്ലാതെ ജീവിക്കുന്നതല്ലേ, മനുഷ്യനായി കണ്ടുകൊണ്ട് മനുഷ്യർക്ക് വേണ്ട നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നതല്ലേ കുറച്ചും കൂടി അഭികാമ്യം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ചോദിക്കും, നിൻ്റെ മക്കളെ മാമോദീസ സ്വീകരിപ്പിച്ചില്ലേ എന്ന് ചോദിക്കും. ശരിയാണ്, സ്വീകരിപ്പിച്ചു. കാരണം അന്ന് ഞാൻ വിശ്വാസിയായിരുന്നു. ഈ പറഞ്ഞ ചട്ടിക്കകത്ത് ഞാൻ നോക്കിയിരുന്നില്ല. പക്ഷേ എനിക്ക് ഇന്നൊരു കുഞ്ഞുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യത്തില്ല. അവരുടെ ഇഷ്ടത്തിന് ഞാൻ വിട്ടുകൊടുക്കും. അവർക്ക് വലുതായി കഴിയുമ്പോൾ, അവർക്ക് ബുദ്ധി ഉറച്ച പ്രായം ആയി കഴിയുമ്പോൾ, അവർക്ക് ചിന്തിക്കാനുള്ള കഴിവായി കഴിയുമ്പോൾ അവർക്ക് വേണമെങ്കിൽ അവർ ചെയ്തോട്ടെ. ഇപ്പം പിന്നീട് ഞാനിതായതിന് ശേഷം ചെയ്ത ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഈ താമസിക്കുന്ന ഈ വീട് വെഞ്ചരിച്ചിട്ടില്ല. വെഞ്ചരിക്കേണ്ട കാര്യമില്ല. അല്ലാതെ ഞങ്ങൾ ഇതിനകത്ത് നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം ഒരു ഗിമിക്കാണ്. അപ്പം നമ്മളെക്കൊണ്ട് ഇപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഈ മതത്തിൻ്റെ ഈ പറഞ്ഞ വള്ളിക്കെട്ടുകൾ ഒന്നുമില്ലാതെ സ്വതന്ത്രനായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേസിങ് ആണ്. അതാണ് വേണ്ടത് അല്ലേ. മനുഷ്യർക്ക് സ്വതന്ത്രമായിട്ട് ഇതൊക്കെ ഒരു മതത്തിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ അവർ പറയുന്നത് കേട്ട് ഒരു പരിധിക്കയിലും നമ്മൾ നിൽക്കേണ്ടി വരും. കൂടുതലായിട്ട് ഫൈനാൻഷ്യൽ സപ്പോർട്ട് അവർക്ക് കൊടുക്കേണ്ടി വരും. പിന്നെ ഏറ്റവും വലിയ ഇത് സെപ്പറേഷനാണ്. ഓരോരോ വിഭാഗക്കാരായിട്ട് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്നു. ഇപ്പം നമുക്കറിയാം അവർ ഭരണത്തിൽ വരുന്നു. ഇപ്പോൾ ഒരു മതവിഭാഗക്കാർ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ടും ചെയ്യുന്നത് എന്തായിരിക്കും? അവർ ആ മതത്തിലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക, ആ മതത്തിനെ സപ്പോർട്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. ശരിയല്ലേ? ജനാധിപത്യത്തിലെ ഒരു പരാജയമാണ് ഈ മതപ്രീണനം എന്ന് പറയുന്നത്. ശരിയല്ലേ? അവർക്ക് ജനാധിപത്യത്തിൽ നിൽക്കുമ്പോൾ വോട്ടിന് വേണ്ടിയിട്ട് മതക്കാരുടെ ഒരു വിഭാഗത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഏതാണ് അവരുടെ പ്രീണനമായിരിക്കും ഏറ്റവും ഇവർ ചെയ്യുന്നത്. സത്യത്തിൽ ജനാധിപത്യത്തിലെ എല്ലാം തന്നെ നല്ലതാണെങ്കിലും ഇങ്ങനെയുള്ള കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്. ഈ പറഞ്ഞ മതപ്രീണനം, അതുപോലെ തന്നെ സാമുദായിക പ്രീണനം, ആ സമുദായത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുക, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, അവരുടെ ആചാരങ്ങളും സംവിധാനങ്ങളും ബാക്കിയുള്ളവർക്കും കൂടി ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്ന രീതിയിൽ രാഷ്ട്രീയക്കാർക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് പ്രവർത്തിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ സംജാതമാകുന്നത് തികച്ചും അപലപനീയമാണ് അല്ലേ. ശരിക്കും വേണ്ടത് എന്താണ്? മനുഷ്യൻ എന്നുള്ള ഒരൊറ്റ കൺസെപ്റ്റേ പാടുള്ളൂ. ഒരു മതത്തിനും ഒരു സമുദായത്തിനും ഒരു പ്രത്യേക വിഭാഗത്തിനുള്ള സപ്പോർട്ടിലൂടെ അല്ല സത്യത്തിൽ ജനാധിപത്യം പോകേണ്ടത്. അവിടെ തകരുന്നത് സെക്യുലറിസമാണ്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് മതങ്ങൾ ഉപേക്ഷിച്ച് നല്ല മനുഷ്യരായിട്ട് എല്ലാവരെയും ഒരുപോലെ കണ്ട് നമുക്ക് ജീവിക്കാൻ ശ്രമിക്കാം. താങ്ക് യു.